പറഞ്ഞിട്ട് ലോകം പരത്തിക്കാളാ. അപ്പൊ നമ്മളിപ്പോ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. നബി ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നബിനെ അനുഗ്രഹിക്കാനോ നബിനെ സഹായിക്കാനോ അപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ ആയത്ത് വേണ്ട. ആയത്ത് കിട്ടായിട്ട് കാത്തിരിക്കല്ലേ പോടെ. ഇവിടെ ഇബാദത്ത് ചെയ്യാന് ആ ആയത്ത് നമ്മളിലേക്ക് ഇപ്പൊ എങ്ങനെ ബാധകാവുകയാണ് പിന്നത്തെ ചോദ്യം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദം നബിന്റെ ശബ്ദത്തെക്കാൾ പൊങ്ങിപ്പോവരുത്. നിങ്ങളുടെ ശബ്ദം നബിന്റെ ശബ്ദത്തെക്കാൾ പൊക്കി സംസാരിക്കരുത് എന്ന് പറഞ്ഞു. നമ്മളിപ്പോ എങ്ങനെ ആയത്ത് നടപ്പിലാക്കുക? നബി തന്നെ ഇല്ല, നബിക്ക് ശബ്ദമില്ല. അപ്പൊ അത് നബിയുള്ള കാലത്ത് പറയുന്ന ശിക്ഷണങ്ങളല്ലേ. നമ്മളിപ്പോ എന്താ കാണിക്കാൻ കഴിയാട്ടുണ്ട്? നമ്മളോട് പറഞ്ഞ പണി ചെയ്യാൻ പറ്റാത്ത പണി, സാധ്യമല്ലാത്ത പണി ചെയ്യണ്ട. നബിയോട് സംസാരിക്കുമ്പോൾ അച്ചടക്കം വേണമെന്ന് പറഞ്ഞാൽ നബി ഉള്ളുമ്പോഴാണത്. നബിയുള്ള സമയത്തേ സാധിക്കുള്ളൂ. നബിയുള്ള അവസരത്തിൽ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നബിയുള്ള കാലത്തേ സാധിക്കുള്ളൂ. പിന്നെ അതിന്റെ ശേഷം നമ്മളൊന്നും ചെയ്യാനില്ല. ആ കാലത്തെ നടക്കുള്ളൂ. അങ്ങനെ നബിയുള്ള സമയത്ത് ഇന്നടത്ത് പോകണം, യുദ്ധത്തിന് വേണ്ടി സമ്മതം ചോദിച്ചാൽ നമ്മൾ കൊടുക്കരുത് നബിയോട് പറഞ്ഞാണ്. നമ്മളിപ്പോ ആരോട് നബിയോട് പോയിട്ട് സമ്മതം ചോദിക്കണം? നമ്മൾക്ക് യുദ്ധത്തിന് പോണോ സമ്മതം ചോദിക്കാൻ നബി അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നബിയുടെ കാലഘട്ടത്തിലേക്ക് ബാധകാട്ടുന്ന ചില ശിക്ഷണങ്ങളും ചില നിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ സലാത്തും സലാമും. ഏത് സലാമല്ല, വസല്ലിമൂ തസ്ലീമാ എന്ന് പറഞ്ഞു. അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങളെല്ലാവരും നബിക്ക് കരുണ ചെയ്യണമെന്ന് പറഞ്ഞ ശേഷം വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ എല്ലാവരും നബിക്ക് തസ്ലീമും ചെയ്യണം. ചെല്ലലവിടെ നിൽക്കട്ടെ. വെറും ചെല്ലിയിട്ട് തടി വെച്ചിലാക്കുക. നയാ പൈസന്റെ ചെലവില്ലല്ലോ. ഒക്കെ ചെല്ലി തീർക്കാം. നയാ പൈസന്റെ ചെലവില്ല. തസ്ലീം എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി സർവ്വസമ്മതത്തോടുകൂടി നബിയുടെ വിധി. സല്ലിമൂ തസ്ലീമാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സല്ലമ സലാമൻ എന്നും സല്ലമ തസ്ലീമൻ. അതൊക്കെ പഠിക്കട്ടെ. സല്ലമ സലാമൻ എന്ന് പറഞ്ഞാൽ സലാം ഇല്ല എന്നർത്ഥം. സല്ലമ തസ്ലീമൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് സമ്മതിച്ചു കൊടുക്കാന്ന നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, ഉത്തരവുകൾ അംഗീകരിച്ചു കൊടുക്കുക. നബിന്റെ എല്ലാ ഉത്തരവുകളും അംഗീകരിക്കാന്നർത്ഥം. അപ്പൊ നബിയായിട്ട് ഇവിടെ വിധികർത്താവായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ നബി എന്ത് വിധി പറഞ്ഞോ അതൊക്കെ അംഗീകരിച്ചോളണം. നീ കൊണ്ടുവരണം നാളെ 2 കുതിര, ഒരു യുദ്ധത്തിന് പോകാനാ. 2 കുതിര നീ, മറ്റോ 4 കുതിര, അപ്പടി സ്വീകരിച്ചോളണം. മറ്റോ 20 ദീനാറ് കൊണ്ടുവന്നോളണം. ഇതാണ് നബിന്റെ ഉത്തരവുകൾ. അതൊന്നും ഖുർആനിലുണ്ടാവില്ല. അപ്പൊ നബിന്റെ ഉത്തരവുകൾ എന്ത് സക്കാത്തിന്റെ വിഷയത്തിൽ ഇത്ര ഗോതമ്പ് നീ ഇവിടെ കൊണ്ടുവരണം, ഇത്ര കാര കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരം പ്രതി സ്വീകരിച്ചോണം. അതാണ് സല്ലിമൂ തസ്ലീമാ എന്ന് പറഞ്ഞാൽ. ജിഹാദിന് വേണ്ടിയിട്ടോ സക്കാത്തിന്റെ വിഷയത്തിലേക്കോ മറ്റ് എന്തെങ്കിലും ഫണ്ടിലേക്കോ നബി അവസരം സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് അക്ഷരം പ്രതി സ്വീകരിച്ചോളുന്ന സല്ലിമൂ തസ്ലീമാ എന്ന് പറഞ്ഞാൽ. നമ്മൾ പഠിച്ചതോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ഖിയാമത്ത് നാൾ വരെ നബിക്ക് സലാം ചെല്ലാനാ പറഞ്ഞത്. അതെന്ന് എടോ നബി എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ പഠിച്ചത്? ഖുർആൻ പറഞ്ഞതെന്ത്, നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ലോക പ്രശ്നമാണ്. ചെറിയ പ്രശ്നമൊന്നുമല്ല, ലോക പ്രശ്ന. എവിടുന്ന് പഠിച്ചു വരും ഖുർആൻ? ഞാൻ പഠിച്ചത് തെറ്റാണെന്ന് എനിക്ക് പറയാം. ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന അറബി സാഹിത്യത്തിന്റെ വ്യാഖ്യാനം അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 10 കൊലകൊമ്പന്മാരെ വിളിച്ചത്. ഈ 10 കൊലകൊമ്പന്മാരെ വിളിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്തരത്തിൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് പറയുന്ന, മുസ്ലിങ്ങളെ കൊണ്ട് തമ്മാടിത്തരം ചെയ്യിപ്പിക്കുന്ന, അനാചാരങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഈ പണി അവസാനിപ്പിക്കണം എന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഇവരെ ഇവിടെ 2ാമത് പ്രവേശിച്ചിട്ട് ഇവിടെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട് 5-10 കൊല്ലായി. വരുന്നില്ല, ഒരൊറ്റൊന്നും വരുന്നില്ല. എന്താ കാരണം? സലാത്തിന്റെ അർത്ഥം പറഞ്ഞാൽ നിന്ന് വിയർത്തു പോകും. എന്താ സലാത്തിന്റെ അർത്ഥം? അള്ളാഹു നമ്മളോട് പറഞ്ഞു സലാത്തില്ല പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളും സലാത്തും സലാമും ചൊല്ലിക്കാളി എന്ന് നമ്മളോട് പറഞ്ഞു. ഈ അർത്ഥം വെച്ചായിക്കോട്ടെ. എന്നാ ചെയ്യല് പോയിട്ട് ചെല്ലലെന്നെ ആക്കാം. ചെയ്യല് വേണ്ടെന്ന് വെച്ചു, ചെയ്യാനാ അള്ളാഹ് പറഞ്ഞത്. അത് നമ്മൾ ചെല്ലലാക്കി. എന്നിട്ടിപ്പോ നമ്മളെന്താ ചെയ്യുന്നത്? സൊല്ലു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സലാത്ത് ചെല്ല എന്നാണെന്ന് അർത്ഥം വെച്ചതിന് ശേഷം, അതുപോലെ സെല്ലിമു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സലാം ചെല്ല എന്നാണെന്നും അർത്ഥം പറഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മളെന്താ ചെയ്യണത്? എല്ലാവരും കൂടി നിൽക്കാരത്തിലും ദ്വാരക്കുമ്പോഴും ആദ്യം അവസാനവും വാലിനിരുന്നാലും ഒക്കെ എല്ലാവരും പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹുമ്മ സല്ലി വസല്ലിം, അല്ലാഹുവേ ഇജ്ജ് സലാത്തും സലാമും ചൊല്ലിക്കാളേ. ഇത് പറയാൻ പാടില്ല. ഇത് അള്ളാഹ് നമ്മളോട് സലാത്തും സലാമും ചെല്ലാൻ പറഞ്ഞതിന് സമ്മതിച്ചതിന്റെ ശേഷം പറഞ്ഞത്. ചെല്ലാനാണ് അള്ളാഹ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി അള്ളാഹിനോട് പറയണത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ സല്ലി വസല്ലിം, അല്ലാഹുവേ ഇജ്ജ് സലാത്തും സലാമും ചൊല്ലിക്കാളേ. അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ. മത്സരക്ക് അള്ള വിടൂല. വിടൂ. ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. അല്ലെ പീടിയെ പോയിട്ട് മകനോട് പറയാം, പീടിയെ പോയിട്ടോ എനിക്ക് മരുന്ന് വേണം, 2 ഗുളിക കൊണ്ട് വാങ്ങിക്കൊണ്ടെന്നോ. പോയി വാങ്ങിക്കൊണ്ടെന്നോ. ഉപ്പ മകനോട് പറഞ്ഞു, പീടിയെ പോയിട്ട് 2 ഗുളിക കൊണ്ട് വാങ്ങിക്കൊണ്ടെന്നോ. നിങ്ങളുടെ പോയിട്ട് വാങ്ങിക്കൊണ്ടെന്നോ. എടോ ആ കാറൊന്ന് കഴിക്കാം, ഇങ്ങോട്ട് പോയിട്ട് കഴിക്കോ. എന്താ പറഞ്ഞു? ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. നിങ്ങളെടുത്തോ.
ഇതൊക്കെ എന്താണ് ഇങ്ങോട്ട് പറഞ്ഞതെങ്കിൽ അത് തന്നെ ഉമ്മാനോട് ഉപ്പാനോട് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനോട് അത് തന്നെ അങ്ങോട്ടും പറഞ്ഞാൽ ആ ഫയലൊന്ന് ശരിയാക്കണോ, അത് ശരിയാക്കിക്കോ, കളക്ടറോട് പറയാം, ക്ലർക്ക് എന്ന മാതിരി. ഇത് അള്ളയാണ്, കളക്ടറും മന്ത്രിയൊന്നുമല്ല, അള്ളയാണ് നമ്മളോട് പറഞ്ഞത്. പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു. നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലിക്കൂടി നല്ല പറഞ്ഞിരിക്കണം. ശരി ചെല്ല. നിങ്ങളെന്താ ചെല്ലണത്? അള്ളാഹു സല്ലി, അള്ളാഹു വെച്ച് സ്വലാത്ത് സ്വലാം ചൊല്ലിക്കാണേ. ഇത് പറയാൻ പാടില്ല. ഇത് ചില്ലറൊന്നുമല്ല. നമ്മളെ കഴുതകളാക്കാൻ തുടങ്ങിയിട്ട് 1300 കൊല്ലായി. 1350 കൊല്ലായി നമ്മളെ കഴുതകളാക്കാൻ തുടങ്ങിയിട്ട്. ഈ കഴുതത്തറ ഇനി നിലനിർത്താൻ പറ്റില്ല. മൗലായ സല്ലി എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് പണി കൊടുക്കണ കേട്ടാൽ മൗലായ സല്ലിയിൽ എന്താ പറയണമെന്നറിയോ? മൗലായ സല്ലി വസല്ലിം ദായിമൻ. നമുക്ക് കേൾക്കാത്തവരാറുണ്ടാവില്ല, പഠിക്കാത്തവരുണ്ടാവില്ല. എന്തായാലും പറയണത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. എന്റെ നാഥ, എന്റെ കർത്താവേ, ഞങ്ങളോട് ഈ സലാത്തും സലാമും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് പറയാണ്, എന്റെ കർത്താവേ സല്ലി വസല്ലിം ദായിമൻ അബദ. നീ ഈ സലാത്തും സലാമും അങ്ങനെ ഇടമുറിയാതെ കാലാകാലം ചൊല്ലിക്കൊണ്ടിരുന്നോ. ഒരു പണിക്കും പോണ്ടാന്നേ അല്ലേ? ഇതിന്റെ ചെല്ലണത് വേറെ ഒരു പണിക്കും ഇനി അള്ളാഹ്ക്ക് പോകാൻ നിവൃത്തില്ല. അള്ളാഹ് നമ്മളോട് സലാത്തും സലാമും ചെല്ലാൻ പറഞ്ഞതാ കേസ്. ഇപ്പൊ നമ്മള് രാത്രിയും പാതർക്കും ഒക്കെ വിളിച്ചു പറയാ, അള്ളാഹുവേ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ, കാലാകാലം നീ അവിടെ ഇരുന്ന് ചൊല്ലിക്കോ. അല്ല ഇതിന്റെ അർത്ഥം എന്ന് ഒരുത്തം പറയട്ടെ. ഇതിപ്പോ ചേകനൂരും മൗലവി ബടായി വിട്ടു എന്ന് പറഞ്ഞാലൊന്നും ഇപ്പൊ എനിക്കൂടെ നടക്കാൻ പറ്റുമോ? പറ്റൂല. ഈ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല എന്ന് ഒരുത്തം പറയട്ടെ. ഉറക്കൂല പറയാൻ. മൗലായ സല്ലി വസല്ലിന്റെ അർത്ഥം അതാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെല്ലിച്ചിട്ട് 1300 കൊല്ലം ചെല്ലിപ്പിച്ചത് പോരാ, ഇനിയും ചെല്ലിപ്പിക്കണമെന്ന അത് നടക്കൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അത് നടക്കില്ല. ഇത്ര കാലം നമ്മളെ വിട്ടിയാക്കി, ഇത്ര കാലം നമ്മളെ കൈതകളാക്കി, ഇത്ര കാലം അവർ പറഞ്ഞതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇനി വിട്ടിയാക്കാൻ സമ്മതിക്കൂല. നിങ്ങളറിയില്ലട്ടോ, ഇന്നടക്കം ആറ് പുറകാലം മൗലായിട്ട് നടന്നില്ലേ? ഇത് നമ്മളെ ചെറുപ്പത്തിൽ വേലയാക്കാൻ പോകുമ്പോഴേ അവിടെ കാര്യമായിട്ട് മൗലായ ചെല്ലാനാണ്. ഉറക്കം തെളിയാനും മൊയ്ലിയർക്ക് ഒരു ആശ്വാസം കിട്ടാനും കൂലി കിട്ടാനും 2-3 കാര്യമാണ്. കാര്യമായിട്ട് കൂലി കിട്ടാണല്ലോ. കൂലി കിട്ടാൻ വേണ്ടി കണ്ടുപിടിച്ച വിദ്യയപ്പത് അള്ളാഹ്ക്ക് പണിയേൽപ്പിക്കാൻ. അള്ളാഹ് ഇങ്ങോട്ടൊരു ചെറിയ പണി ഏൽപ്പിച്ചിട്ടുള്ളൂ, അതിന് അള്ളാഹ്ക്ക് കാലാകാലം പണി കൊടുക്കാം. ഇതാപ്പോടെ ചെയ്യുന്നത് ഇങ്ങനത്തെ ധിക്കാരം, ഇത്തരത്തിലുള്ള തമ്മാടിത്തരം, ഇത്തരത്തിലുള്ള കൈതത്തരങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചിട്ട് അബൂ ഹുറൈറ പഠിപ്പിച്ചിട്ട് കാലം കുറയായി. ഈ മൗലായ സല്ലി പഠിപ്പിച്ച അബൂ ഹുറൈറ അല്ലട്ടെ, പൂസോരി എന്ന് പറഞ്ഞിട്ട് ചങ്ങായി. ആ ചങ്ങായി പൂസോരി ഇമാമാണത്രേ. ഇമാമാണെങ്കിൽ മൗലായ സല്ലി വസല്ലി എന്ന് പറഞ്ഞുകൊടുത്ത് യാ റബ്ബി സല്ലി വസല്ലി എന്ന് പറഞ്ഞൂടെ? പ്ലാസ് ഒക്കായുണ്ടോ? അതിന്റെ സ്വരം ഒക്കായുണ്ടോ? യാ റബ്ബി എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള പ്രയോഗമായി. മൗലായ എന്ന് പറഞ്ഞാൽ ഏത് ഖുർആനിലുള്ളത്? മൗലായ എന്ന് കാണിച്ചിട്ടോ? ഖുർആൻ ഒരൊറ്റ സ്ഥലത്തില്ല മൗലായ. അപ്പൊ അയാൾക്ക് ഖുർആനും കണ്ടുകൂടാ? ഖുർആൻ കാണാൻ പാടി. ഖുർആന്റെ വിരോധികളല്ലേ അതൊക്കെ ഉണ്ടാക്കുള്ളൂ. ഉസൂരി ഇമാം എന്ന് പറഞ്ഞാൽ പോരാ, എന്തെല്ലാം ശിർക്കുണ്ടതില്, എന്തെല്ലാം ശിർക്ക് നബിന്റെ പേര് ഉണ്ടാക്കി തീർത്തു. ഈ മുസ്ലിമീങ്ങളെ ഏതെല്ലാം മുശ്രിക്കുകളാക്കി തീർത്തു. അങ്ങനത്തെ ആളാ. ഏതെങ്കിലും ആവട്ടെ, വളരെ കാലം നമ്മളിവിടെ കുനൂത്തോതാൻ പാടുണ്ടോ, അതുപോലെ ദിക്റെല്ലാം പാടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ പോയിട്ട് നമ്മളുടെ സംസ്കാരത്തിന്റെ ഫർളുകളുടെ കൂട്ടത്തിൽ എന്തൊക്കെ അബദ്ധങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താ ഇഷ്ടംപോലെ ബുക്ക്, ഓരോ വിഷയത്തെ പറ്റി, സലാത്തിനെ പറ്റി സ്വന്തം ബുക്ക് ഇറക്കി. സ്വന്തം ഒരു ബുക്ക് ഇറക്കി, 50 പേജിലായിട്ട് ഒരു ബുക്കതാ. ഈ വക അസംബന്ധങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാര്, അള്ളാഹു പറഞ്ഞതാ എന്ത് എന്ന് വിവരിക്കുന്ന ബുക്കുകൾ 12 എണ്ണം ഇത് അച്ചടിച്ചു വെച്ചിരിക്കണം. ഇതൊക്കെ ഈ പുരോഹിതന്മാർക്ക് വെല്ലുവിളിക്കാനും ഖണ്ഡിക്കാനും വിമർശിക്കാനും വേണ്ടി അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കാം. മിണ്ടുന്നില്ല, മറുപടി എഴുതുന്നില്ല, മറുപടി എഴുതി തന്നെ പിൻവലിക്കാം. ഏതായിരുന്നാലും ബാക്കി വിഷയങ്ങൾ 2.5 മണിക്ക് ശേഷം, ഏതാണ്ട് 2 ആയിക്കോട്ടെ, കുറച്ച് സമയം നീണ്ടിട്ടുണ്ട്. അതെ, ഇവിടെ പ്രബന്ധങ്ങൾ പ്രസംഗിക്കാൻ ഞാനിപ്പോ ഇങ്ങനെ ഈ വിഷയം ഞാൻ പ്രത്യേകം ഉത്തരവാദപ്പെട്ട വിഷയമാകുന്നിട്ട് ഞാൻ തന്നെ കുറെ കണ്ട് പ്രസംഗിച്ച് പോയതാണ്. ഇനിയും ഞാൻ പ്രസംഗിക്കേണ്ട വിഷയങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പ്രാസംഗന്മാരായിട്ട് 2 പേര് ഇവിടെ നമ്മളുടെ ഈ ആദർശത്തോട് യോജിക്കുന്ന വിശ്വാസമുള്ള പ്രസംഗിക്കാൻ അറിയുന്ന ഒരാൾ പ്രബന്ധം, ഒരാൾ പ്രസംഗം ആയിട്ട് 2 പേരും കൂടി ഇവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമ്മേളനത്തിൽ ഇനി വരാനിരിക്കുന്നുണ്ട്. അവർ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, പ്രബന്ധം വായിക്കാൻ പോകുന്നുണ്ട്. പോരാത്ത വിഷയങ്ങളൊക്കെ അവസാനമായിട്ട് എനിക്ക് പറഞ്ഞു തീർക്കേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് 2.5 മണിക്ക് കൃത്യം എല്ലാവരും ഭക്ഷണം, പിന്നെ ചായ എന്തൊക്കെ കഴിച്ചിട്ട് ദൂരപ്പത്തിന് നിൽക്കുന്ന നിർബന്ധമുള്ള ആൾക്കാർ അതും കഴിച്ചു വന്നോട്ടെ. ഏതായിരുന്നാലും 2:30 മുതൽക്ക് പിന്നെ ഒരു 4:30, 5 വരെ നമ്മൾക്ക് 2ാമത്തെ സമ്മേളനം ചേരാന്നുള്ള അറിയിപ്പോടുകൂടി തൽക്കാലം ഈ യോഗം പിരിച്ചുവിടുന്നു. അസ്സലാമു അലൈക്കും. പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ
നോട്ടീസിൽ മതപണ്ഡിതന്മാർ